കർത്താവിൻ്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. G2R പ്ലാറ്റ്ഫോമാണ്. എൻ്റെ പേര് കുര്യോള വർഗീസ് എന്നാണ്. പത്രോസ് 1 ലേഖനം 2 അധ്യായം 9 വാക്യത്തെ അടിസ്ഥാനമാക്കി രാജകീയ പുരോഹിതവർഗം എന്ന വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ നിയമത്തിലെ പൗരോഹിത്യ നിയമങ്ങളും അവർ ചെയ്തു വന്ന 6 വിധ യാഗങ്ങളും വിഷയത്തെ കേന്ദ്രീകരിച്ചാണ് വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കരപൂർണയാഗം എന്ന 5 യാഗത്തെ വിശകലനം ചെയ്യുകയാണ്. പുരോഹിതന്മാരുടെ കരപൂരണം കഴിഞ്ഞു, രാജാക്കന്മാരുടെ കരപൂരണം. ഇസ്രായേലിലും യഹൂദയിലും ധാരാളം രാജാക്കന്മാരായി അഭിഷേകം ചെയ്ത് ഭരണം നടത്തിയിട്ടുണ്ടെന്നുള്ളത് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന വിഷയമാണല്ലോ. അതിൽ ശൗലും ദാവീദും ശലോമോനും 3 രാജാക്കന്മാർ എല്ലാ ഇസ്രായേൽ ജനത്തെയും ഒന്നിച്ചു വാണു. എന്നാൽ ശലോമോന്റെ മകൻ ഭരണം നടത്തിയ കാലത്താണല്ലോ രാജ്യം 2 വിഭജിക്കപ്പെട്ടത്. യഹൂദ ഗോത്രം രാജാക്കന്മാരായി ഭരിച്ച ദേശത്തെ തെക്കേ രാജ്യമെന്നും ബാക്കി 11 ഗോത്രങ്ങൾ വാണ രാജാക്കന്മാരെ വടക്കേ രാജ്യമെന്നും വിളിക്കുന്നു. ഇതിൽ തെക്കേ രാജ്യമാകുന്ന യഹൂദ രാജ്യത്തിൽ 20 രാജാക്കന്മാർ രാജഭരണം നടത്തി. വടക്കേ രാജ്യമാകുന്ന ഇസ്രായേലിൽ 19 രാജാക്കന്മാരും രാജഭരണം നടത്തി. ഇതിൽ 19 രാജാവായിരുന്ന ഹോഷിയായിൻ്റെ കാലത്ത് അശൂര്യർ വന്ന് BC 730 അവരെ അടിമകളായി ദേശത്തിൽ നിന്ന് പറിച്ചു കളഞ്ഞു. ഇത് കണ്ടിട്ടും പഠിക്കാത്ത യഹൂദ രാജ്യം സെദക്കിയാവിൻ്റെ കാലത്ത് 597 ബാബിലോന്യർ വന്ന് അടിമകളാക്കി കൊണ്ടുപോയി. ഇന്ന് അവർക്ക് രാജാവും യാഗപീഠവും പുരോഹിതനും ഒന്നും ഇല്ല. പാപത്തിൻ്റെ പരിണതഫലം. രാജാക്കന്മാരായി വ്യക്തികളെ കരപൂർണം ചെയ്യുമ്പോൾ കരപൂർണം നടത്തുന്ന വ്യക്തി പ്രവാചകനാകട്ടെ പുരോഹിതനാകട്ടെ കരപൂർണം നടത്തുവാനുള്ള ശുശ്രൂഷ പ്രവാചകനാണ് നടത്തുന്നതെങ്കിൽ, ഉദാഹരണമാണ് ശലോമോൻ്റെ കരപൂർണം നാഥാൻ പ്രവാചകനും ടീമും ചേർന്നാണ് നടത്തിയത്. എന്നാൽ ശൗലിൻ്റെയും ദാവീദിൻ്റെയും പുരോഹിതൻ ആയിരുന്ന ശമൂവേലാണ് നടത്തിയത്. ദൈവത്താൽ നിയുക്തരാക്കപ്പെടുന്ന വ്യക്തികളാണ് ആ ശുശ്രൂഷ നിർവഹിക്കുന്നതെന്ന് സാരം. രാജധർമ്മം വായിച്ചു കേൾപ്പിച്ചു. അതാണിപ്പോൾ നാം ഇവിടെ പഠിക്കുന്നത്. രാജാക്കന്മാരുടെ അഭിഷേകവും അനോയിന്റിങ്, പ്രതിഷ്ഠയും കോൺസിക്രേഷൻ നടക്കുന്ന സമയം സർവജന സമക്ഷം കൂടിയിരിക്കുന്നവർ മുൻപാകെ അത് നടത്തുന്ന പുരോഹിതന്മാർ എല്ലാവരും കേൾക്ക ന്യായപ്രമാണത്തിൽ ദൈവം കൊടുത്തുള്ള രാജധർമ്മം വായിച്ചു കേൾപ്പിക്കും. അതെന്താണെന്ന് കേൾക്കുക. ജനങ്ങൾ തിരഞ്ഞെടുത്താലും മന്ത്രിമാരും MLA മാരും പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ളവർ ഒരു പ്രത്യേക സമയം തീരുമാനിച്ച് എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ജനസമൂഹത്തിൻ്റെ മുൻപിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യാറില്ലേ? അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 17 അധ്യായം 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലാണ് രാജധർമ്മം എന്താണ് എന്ന് എഴുതിയിരിക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ അവൻ പുരോഹിതനും ആകയാൽ പ്രവാചകനാണ്, പുരോഹിതനാണ്. ജനങ്ങളുടെ ആവശ്യപ്രകാരം ശൗലിനെ അവർക്ക് രാജാവായി അഭിഷേകം ചെയ്ത് നിയോഗിച്ചപ്പോൾ രാജധർമ്മം വായിച്ചു കേൾപ്പിച്ചല്ലോ. ശമൂവേലിൻ്റെ 1 പുസ്തകം 8 അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞ ശേഷം ഇശ്ശായിയുടെ മകനായിരുന്ന ദാവീദിനെ ബേത്ലഹേമിൽ അവൻ്റെ ഭവനത്തിൽ വെച്ച് രാജാവായി രഹസ്യമായി ആയെങ്കിലും അവനെയും അഭിഷേകം ചെയ്തപ്പോൾ ആദ്യ രാജാവിനെ അഭിഷേകം ചെയ്ത സന്ദർഭത്തിൽ അവൻ വായിച്ച് കേൾപ്പിച്ച രാജധർമ്മം കുടുംബത്തിൻ്റെ ഉള്ളിൽ വെച്ച് ദാവീദിനെയും വായിച്ച് കേൾപ്പിച്ചിരിക്കണം. ശമൂവേലിൻ്റെ 1 പുസ്തകം 16 അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് കേട്ടാൽ മതിയാകും. പ്രവാചകന്മാരുടെ കരപൂരണമാണ് അടുത്ത് നമ്മൾ പഠിക്കുന്നത്. പ്രവാചകന്മാരുടെ കരപൂരണം.
ശമൂവേൽ പ്രവാചകന്റെ പ്രതിഷ്ഠ എന്താണ് എന്ന് നോക്കുക. കരപൂരണം നടക്കുകയാണ്. വളരെ ശിശുവായിരിക്കുമ്പോൾ തന്നെ. 1 പുസ്തകം 1 അധ്യായം 28 വാക്യം. ശമൂവേൽ എന്ന ബാലനെ അവൻ്റെ അമ്മ മുലകുടി മാറിയ ശേഷം ഏലി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്ന ശേഷം പറഞ്ഞ വസ്തുത ശ്രദ്ധിക്കുക. ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ആവർത്തന പുസ്തകത്തിൽ മക്കളെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം പഠിപ്പിക്കണമെന്ന കർക്കശമായ നിയമം ഇസ്രായേൽ ജനത്തിന് കൊടുത്തത് അക്ഷരീയമായി നിറവേറ്റിക്കൊണ്ട് അവൻ്റെ അമ്മയായ ഹന്ന അവനെ പൂർണ്ണമായി പഠിപ്പിച്ചു. കൊണ്ടുവന്ന് ഏലിപ്രവാചകന്റെ മുന്നിൽ, പുരോഹിതന്റെ മുൻപിൽ നിർത്തിയപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞാൻ അവനെ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്നു. നിവേദിക്കപ്പെട്ട വസ്തു ഒരിക്കലും തിരിച്ചെടുക്കുകയില്ല, ഉദ്ദിഷ്ടകാര്യം നിറവേറുന്നിടം വരെ. അവൻ ജീവപര്യന്തം യഹോവയ്ക്ക് നിവേദിതനായിരിക്കും. He will be consecrated and dedicated unto the Lord all throughout his life. ശമൂവേലിന്റെ 1 പുസ്തകം 1 അധ്യായം 28 വാക്യം. എലീശയുടെ കരപൂർണത്തിലേക്ക് വരാം. രാജാക്കന്മാരുടെ 1 പുസ്തകം 19 അധ്യായത്തിന്റെ 16 വാക്യമാണ്. ഇസബേൽ, ഹാമാൻ, ഇസബേലിൻ്റെയും അവളുടെ ഭർത്താവായിരുന്ന ആഹാബിൻ്റെയും ദുഷ്ടതയുടെ ഫലമായി കൊലവിളിക്ക് മുൻപിൽ ഭീതി പൂണ്ട ഏലിയാവ് മരിക്കുവാൻ താല്പര്യപ്പെട്ടിടത്ത് മരണമല്ല കൊടുത്തത്, ദൈവം അവനെ പുനർജീവൻ കൊടുത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. അവിടെ ദൈവം പറഞ്ഞു, ഇവിടെ മരിക്കേണ്ടവനല്ല നീ, എഴുന്നേറ്റ് പോകുക. നിനക്ക് ശേഷം 2 രാജാക്കന്മാരെയും 1 പുരോഹിതനെയും നീ കരപൂർണം ചെയ്ത് മാറ്റണം. അപ്പം എലീശയെ ഏലിയാവ് കരപൂർണം ചെയ്ത് തന്നെ, നിയമങ്ങൾ വായിച്ച് കേൾപ്പിച്ച് തന്നെ രാജാവ് പ്രവാചകനായി അഭിഷേകം ചെയ്തു. യിരെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വരാം. യിരെമ്യാവിന്റെ കരപൂരണം. യഹോവയായ ദൈവം തന്നെ യിരെമ്യാവിനെ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ അറിഞ്ഞു. ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപേ യഹോവ അവനെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചു. എന്തുകൊണ്ട്? ശൗലിനെയും ദാവീദിനെയും ശലോമോനെയും ഒക്കെ കരപൂർണം ചെയ്ത് നടത്തുവാൻ പ്രവാചകന്മാരെയോ പുരോഹിതന്മാരെ അയച്ചതുപോലെ യിരെമ്യാവിനെ കരപൂർണം ചെയ്യുവാൻ ഒരു വ്യക്തിയെ നിയോഗിച്ചില്ല. യിരെമ്യാവിൻ്റെ കാലത്തെ സാഹചര്യം ഒന്ന് പഠിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. എല്ലാവരും ദൈവ വ്യവസ്ഥ വിട്ട് നടക്കുന്നവർ, കൈക്കൂലിക്കാർ, കള്ളപ്രവാചകന്മാർ, പുരോഹിതന്മാർക്ക് ദോഷം വരുത്തുന്നവർ. അവരെ വിട്ടിട്ട് ഒരു പുരോഹിതനെ കരപൂർണം നടത്തുവാനോ? ശ്രദ്ധിച്ചു കേൾക്കണം. അവിശ്വസ്തരായ വലിയ പാസ്റ്റർമാരുടെ കൈവെപ്പിനാൽ ജൂനിയർ പാസ്റ്റർമാർക്ക് ഒരു നന്മയും ഉണ്ടാകുകയില്ല. ഇതൊക്കെ ഇവിടെ എഴുതി വയ്ക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളാണ്. കൈവച്ച് അഭിഷേകം ചെയ്ത് വേർതിരിച്ചു എന്ന് കാണുന്ന ചില സംഭവങ്ങൾ ഉണ്ടെന്നുള്ളത് സത്യം. പക്ഷേ അവരുടെ കൈവെപ്പിനാൽ കൃപാവരങ്ങൾ ലഭിച്ചു. ഇന്നത്തെ കൈവെപ്പിനാൽ എന്ത് ലഭിക്കും? അങ്ങോട്ട് കൊടുത്തിട്ടല്ലേ വായിക്കുന്നത്. കാർ ഷെഡിൽ വെച്ച് പുൽപ്പായി ഇട്ടിട്ട് മുട്ടുകുത്തി നിന്ന് കല്യാണം നടത്തുവാൻ പോകുന്നതിന് മുൻപ് ഓർഡിനേഷൻ നടത്തിയ വിഷയങ്ങൾ നമ്മുടെ കൺമുൻപിലില്ലേ? വിവരിക്കുന്നില്ല. യിരെമ്യാവിൻ്റെ കരപൂരണം ദൈവം തന്നെ നിർവഹിച്ചു. യിരെമ്യാ പ്രവചനം 1 അധ്യായം 5 വാക്യം. പ്രവാചകന്മാരുടെ ശുശ്രൂഷകൾ എന്തെല്ലാമാണെന്ന് നോക്കുക. ആവർത്തന പുസ്തകം 18 അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇത് അല്പം വിശകലനം ചെയ്ത് പഠിക്കണം. പ്രവാചകന്മാരുടെ ശുശ്രൂഷ. എന്നിട്ട് ഇന്നത്തെ ആത്മീയഗോളത്തിൽ വിലസി നടക്കുന്ന പ്രവാചകന്മാരുടെ ശുശ്രൂഷയും ഈ ശുശ്രൂഷയും തമ്മിൽ ഇതിനൊരു കരടി രേഖയുണ്ട്, ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. കേൾവിക്കാരും കാണുന്നവരും ഒന്ന് താരതമ്യം ചെയ്ത് വിലയിരുത്തേണ്ടതിന് വേണ്ടിയാണിത് പറയുന്നത്. 1, യഹോവ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും ജനത്തോട് പറയണം. ഇടയിൽ വിഴുങ്ങരുത്. ദൈവം കൽപ്പിക്കുന്നതിനോട് കൂട്ടരുത്. അതെതിരാകാം, അനുകൂലമാകാം. എതിർ പറയുവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ കണ്ണടച്ച് നിൽക്കരുത്, അത് തുറന്നു പറയണം. 2, അതിന് യഹോവ
തൻ്റെ വചനത്തെ അവൻ്റെ നാവിന്മേലാക്കും. അതേ പറയാവൂ. പ്രവാചകൻ ഒരു കൈമാറ്റ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, ദൈവം തൻ്റെ നാവിന്മേലാക്കിയത് ഏറ്റുപറയുന്നു എന്നുള്ളതല്ലാതെ സ്വന്തമായി ഒന്നും പറയരുത് പ്രവാചകൻ. മൂന്നാമത്, യഹോവ കൽപ്പിക്കാത്തത് അഹങ്കാരത്തോടെ പറയരുത്. ചിലരുടെയൊക്കെ നിൽപ്പും നടപ്പും പോക്കും വരവും എഴുന്നള്ളത്തും കണ്ടാൽ എന്തോ ഒരു അഹങ്കാരത്തോടു കൂടിയാണ് വരുന്നത്. അഹങ്കാരികളെ ദൈവം തമ്പുരാൻ വെറുതെ വിടുകയില്ല. തൻ്റെ മഹത്വത്തിനായി പണിത മഹതിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞു തുടങ്ങിയതേയുള്ളൂ. തീരുന്നതിനു മുൻപ് എൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു. പണ്ടൊക്കെ നല്ല പ്രവചനങ്ങൾ പച്ചിലയും കത്രികയും പോലെ പറഞ്ഞിരുന്നവർ അഹങ്കാരത്തോടെ തങ്ങൾ ഏതൊക്കെയോ ആണെന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായി ശുശ്രൂഷ നഷ്ടപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ആ പഴയ ശുശ്രൂഷയുടെ ചില ആവർത്തനങ്ങൾ കൊണ്ട് നടക്കുന്ന ചില ഭോഷ്കിൻ്റെ പ്രവാചകന്മാർ ഇന്നത്തെ ആത്മീയഗോളത്തിലുണ്ട്. ഇതൊക്കെ പറയാതിരിപ്പാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. കേൾവിക്കാർ അനുഭവിക്കുന്നവർ ഇതൊക്കെ ഒന്ന് താരതമ്യം ചെയ്യണം. നാലാമത്, അവൻ അന്യദൈവങ്ങളുടെ നാമത്തിൽ പ്രവചിക്കരുത്. അങ്ങനെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. പാറശാല മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന 480-500 കിലോമീറ്റർ നീളമുള്ള ദേശത്തിൽ നിന്ന് എത്രയോ പ്രവാചകന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പഴയ കാലങ്ങളിൽ പോയി പ്രവചിച്ചു. അനുഗ്രഹീത പ്രവാചകന്മാർ പ്രവചിച്ച ചരിത്രങ്ങൾ കണ്ടും കേട്ടുമുള്ളവരല്ലേ നമ്മൾ. എന്നാൽ ഓച്ചിറയിലും ചങ്ങനാശ്ശേരിയിലും മലപ്പുറത്തിലും മന്ത്രവാദം നടത്തുന്ന മുസ്ലിം പുരോഹിതന്മാരുടെ അടുക്കൽ പോയി പണം കൊടുത്ത് ഏലസും മന്ത്രക്കെട്ടും വാങ്ങി പ്രവചിക്കുന്ന കള്ളപ്രവാചകന്മാർ ഇന്നത്തെ പെന്തക്കോസ് കോളത്തിലും അല്ലാതെയുമുണ്ട്. അന്യദൈവങ്ങളുടെ നാമത്തിൽ. അഞ്ചാമത്, പ്രവാചകൻ യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുന്നത് ഒത്തുവരും. അക്ഷരികമായി ഒത്തുവരും. വള്ളി പുള്ളി മാറ്റമില്ല. നാളുകൾ താമസിക്കാം, പക്ഷെ അത് നടക്കുക തന്നെ ചെയ്യും. ആ പ്രവചനത്തിൻ്റെ ദൂത് കേട്ട വ്യക്തികൾ അത് നിറവേറേണ്ടതിനായി കാത്തിരിക്കണം. അരുളിച്ചെയ്ത കാലം മുതൽ നിറവേറുന്നിടം വരെ അത് നിറവേറപ്പെടേണ്ടതിനായി യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെട്ട ദൈവത്തിൻ്റെ വചനം എവിടെ ആരുടെ ഏത് വിധത്തിൽ നടക്കണമോ ആ ദേശത്ത് ഒരു മർമ്മം ദൈവമക്കൾ മനസ്സിലാകണം. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഭൂമിയുടെ ഉപരിഭാഗത്ത് യഹോവ കൽപ്പിക്കുന്നതൊക്കെയും നിവർത്തിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ആ വചനം ആദേശം ചെയ്ത് ചുറ്റി സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരു കാലത്തും അത് നിറവേറാതെ പോകുകയില്ല എന്ന് സങ്കീർത്തനം 89:34 യെശയ്യാവിന്റെ പ്രവചനം 55:11 എഴുതിയിട്ടുണ്ട്. യഹോവയുടെ വായല്ലോ കൽപ്പിച്ചത്, അത് നിറവേറുക തന്നെ ചെയ്യും. വള്ളി പുള്ളി മാറ്റം ഉണ്ടാകയില്ല. അടുത്ത ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുക്കാതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ആമോസിന്റെ പുസ്തകം 3:7. അതാണല്ലോ ദൈവം അബ്രഹാമിന്റെ ശുശ്രൂഷയിൽ ചെയ്തത്. സോദോമിന്റെ നാശത്തെക്കുറിച്ച് അബ്രഹാമിനോട് പറഞ്ഞിട്ടാണ് ചെയ്തത്. അടുത്തത്, യഹോവയാൽ അയക്കപ്പെട്ട പ്രവാചകൻ സമാധാനം പ്രവചിക്കും, അത് നിവർത്തിയാകും. അവരാകുന്നു സത്യപ്രവാചകന്മാർ. ആരാണ് സത്യപ്രവാചകൻ? യഹോവ അവന്റെ നാവിന്മേലാക്കി വെച്ച ദൈവത്തിൻ്റെ വചനം സമാധാനമായി പ്രവചിക്കും. അത് അസമാധാനമുള്ള പ്രശ്ന നിറഞ്ഞ സ്ഥലത്താണെങ്കിലും ദൈവം പറഞ്ഞതാണെങ്കിൽ ആ അസമാധാനത്തെയും പ്രശ്നത്തെയും ദൈവം സമാധാനവും പ്രശ്നരഹിതവുമാക്കും. അത് നിവർത്തിയാകും. അവരാകുന്നു പ്രവാചകന്മാർ. യിരെമ്യാപ്രവചനം 28:9. യഹോവയുടെ പ്രവാചകന്മാരുടെ വായിൽ നിന്ന് വരുന്ന വചനം ധൈര്യപ്പെടുത്തുന്ന വചനങ്ങൾ അത്രേ, അധൈര്യപ്പെടുത്തുന്നതല്ല. കൊന്നുകളയും, ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നാശം ഭരിക്കും എന്നുള്ള കാര്യങ്ങളൊന്നും
സംഭവിക്കില്ലെന്ന് സെഖറിയ പ്രവചനം 8-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രവാചക പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒരു താരതമ്യമാണ് അടുത്ത ചില വാക്കുകളിൽ പറയുവാൻ താല്പര്യപ്പെടുന്നത്. വിശുദ്ധ പുതിയ നിയമത്തിലെ 2 വിധ ശുശ്രൂഷകന്മാരാകുന്നു പുരോഹിതന്മാരും പ്രവാചകന്മാരും, അഥവാ പൗരോഹിത്യ ശുശ്രൂഷയും പ്രവാചക ശുശ്രൂഷയും. ഇനി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ യഹോവയാകുന്ന ദൈവം ലേവി ഗോത്രത്തിന് മാത്രം അനുവാദം കൊടുത്തു. സംഖ്യാപുസ്തകം 8:14, ആവർത്തന പുസ്തകം 10:8. എന്നാൽ പ്രവചന ശുശ്രൂഷയ്ക്ക് എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ദൈവം വ്യക്തികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരോഹിതന്റെ വായി സ്വർഗത്തെ ദൈവത്തെ നോക്കിയിരിക്കുന്നു, അങ്ങോട്ട് പറയുന്നു. പ്രവാചകന്റെ വായാകട്ടെ, അധരമാകട്ടെ, താഴോട്ട് നോക്കി ജനത്തിലേക്കാണ്. പുരോഹിതൻ യഹോവയെ കേൾക്കണമേ എന്ന് ജനത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ മുൻപാകെ നിന്ന് ജനത്തിൻ്റെ പ്രതിനിധിയായി ശുശ്രൂഷിക്കുമ്പോൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പ്രവാചകൻ ജനത്തെ നോക്കി ദൈവത്തിൻ്റെ ദൂത് പറയുന്നു. അഥവാ പ്രവാചകൻ ദൈവത്തിൻ്റെ സ്ഥാനാപതിയും പുരോഹിതൻ ജനത്തിൻ്റെ പ്രതിനിധിയുമാണ്. പുരോഹിത ശുശ്രൂഷ ചെയ്ത വ്യക്തികൾ പ്രവചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. പ്രവാചക ശുശ്രൂഷ പുരോഹിതന്മാരെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ പുരോഹിതന്മാരെ ഒരു കാലത്തും ദൈവം രാജാക്കന്മാരായി നിയോഗിച്ചിട്ടില്ല. രാജകീയ ശുശ്രൂഷയും പൗരോഹിത്യ ശുശ്രൂഷയും രണ്ടും 2 ശുശ്രൂഷകളാണ്. അതുകൊണ്ട് ഈ പൗരോഹിത്യ പ്രവാചക ശുശ്രൂഷയുടെ താരതമ്യം എന്തെല്ലാം ആണ്, ആരെയെല്ലാമാണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുകയും അന്യരെ കേൾപ്പിക്കുകയും ചെയ്യണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രബോധിപ്പിക്കുന്നു. കർത്താവെ, ഈ കേൾവിക്കാരായ ദൈവദാസീദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നിഷ്പക്ഷവാദിയായ ദൈവമാണ്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ച് ലജ്ജിപ്പാൻ കഴിയാത്ത വേലക്കാരായി നിൽപ്പാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമേ എന്ന് താഴ്മയായി പ്രാർത്ഥിക്കുന്നു. പുത്രൻ്റെ നാമത്തിൽ തന്നെ.